ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുഖം നിറം വയ്ക്കാനായിട്ട് നമ്മൾ കുടമഞ്ഞൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ കുടമഞ്ഞൾ എങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടത്, അതല്ല നമ്മളിത് എങ്ങനെയാണ് ഫേസിലേക്ക് ഇടാനായിട്ട് എടുക്കേണ്ടത് നമുക്ക് ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്. അപ്പോൾ ഈ കുടമഞ്ഞൾ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നമുക്കതിങ്ങനെ അരച്ചെടുക്കുക എന്നുള്ളതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു നമുക്കിപ്പോൾ കുടമഞ്ഞൾ ഫേസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ മുഖം നിറം വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുടമഞ്ഞൾ. അപ്പോൾ ഇതിൻ്റെ പൊടിയായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുമോയെന്ന് അങ്ങനെ എനിക്കറിയില്ല. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത്. പൊടിയാണെങ്കിൽ പോലും നമുക്കതിനേക്കാളും നല്ലത് ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അങ്ങാടിക്കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. കുറച്ച് ഒരു 250 ഗ്രാമിന് ഒരു 35 രൂപ ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഞാനപ്പോൾ അങ്ങനെയാണ് വാങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നമുക്കുണ്ടാവും. പിന്നെ നമ്മളിത് കുറച്ച് വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്കത് ഒരുപാട് നാളത്തേക്ക് തന്നെ ഉണ്ടാവും. നമ്മളത് അധികമൊന്നും എടുക്കുന്നില്ലല്ലോ. ഫേസിലേക്കൊക്കെ അരച്ചെടുക്കുമ്പോൾ അത് വളരെ കുറച്ച് തന്നെ മതി. നല്ല തിക്കായിട്ടൊന്നുമല്ല നമ്മളത് ഫേസിലിടുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മഞ്ഞളിൻ്റെ ഒരു ലിക്വിഡ് നമ്മുടെ ഫേസിൽ എത്തിയാൽ മതി. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഇടണമെന്നില്ല. അന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇട്ടാലും മതി കേട്ടോ. ഇപ്പോൾ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വേണം. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മളിതൊന്ന് കുറച്ച് നേരം മുക്കി വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മളിത് ഇതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു കല്ലിലിട്ടിട്ട് ഇതേ രീതിയിലൊന്ന് നമ്മളത് ഉരച്ചിട്ട് നമ്മൾ എടുക്കില്ലേ, അതുപോലെ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറേശ്ശായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് തന്നെ ഉരച്ചെടുത്ത് കഴിഞ്ഞാലൊന്നും കിട്ടുമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് നമ്മൾ നനച്ചെടുത്ത ഭാഗം കുതിർന്ന ഭാഗമാണ് നമുക്കിങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി കുറച്ച് നമ്മൾ ഈ കിട്ടിയത് നമ്മളൊരു പാത്രത്തിലേക്ക് കൈവച്ചിട്ടെടുക്കുക. എന്നിട്ട് അടുത്ത് തന്നെ നമ്മളൊരു കുറച്ച് നേരം ഒന്ന് നനച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടും. കുറച്ച് ദിവസം നമ്മൾ ചെയ്താൽ മതി. ഒരുപാട് അങ്ങനെ അരച്ചൊന്നും വയ്ക്കൊന്നും വേണ്ട. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അമ്മയാണ് ഇതുപോലെ അരച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ദിവസവും ചെയ്യാവുന്നതാണ്. ദിവസം കുളിക്കുന്നതിന് മുൻപ് നമുക്ക് ഫേസിലൊരു 20 മിനിറ്റെങ്കിലും നമുക്ക് വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫേസിലേക്ക് നമുക്ക് ഇത്രയും മതിയാവും. അതുപോലെ തന്നെ നെക്കിലായാലും നമുക്ക് കുറച്ച് മതിയാവും കേട്ടോ. നല്ല തിക്കായിട്ടൊന്നല്ല നമ്മൾ ഇടുന്നത്. അതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ആ ലിക്വിഡൊക്കെ നമ്മുടെ ഫേസിലൊക്കെ ആവുന്ന തരത്തിലാണ് നമുക്ക് അത്രയും ഇട്ടാൽ മതി. നല്ല കട്ടിയിലൊന്നും ഇടണ്ട. അപ്പോൾ കുറച്ച് മാത്രം മതിയാവും. ദിവസം നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദിവസവും അരച്ചെടുത്തിട്ട് അപ്പോഴേക്കപ്പോൾ ഫേസിലിട്ട് അങ്ങനെ ആയാലും മതി കേട്ടോ. ഫ്രിഡ്ജിൽ അങ്ങനെ അരച്ചെടുത്ത് നോക്കിയൊന്നും വേണ്ട. അപ്പോഴേക്കപ്പോൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇടുന്നതെങ്കിൽ അവർക്ക് നാളികേരപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഫുൾ ബോഡി നമുക്ക് അവരുടെ കുളിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ്. അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർക്കാണെങ്കിൽ ഹണി ചേർത്തിട്ട് മഞ്ഞൾ ഫേസിലിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അലർജി കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുരുക്കൾ വരിക, നിറം മങ്ങുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഹണി ചേർത്തിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ചിലപ്പോൾ തൈരാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പറ്റുന്നവർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഹണി ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നിറം വയ്ക്കാനായിട്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കൂടുതൽ നമ്മൾ പച്ചമഞ്ഞൾ അരച്ചിടുന്നതിനേക്കാളും നല്ലത് ഉണ്ടമഞ്ഞൾ നമ്മൾ ഫേസിലിടുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള ഡാർക്കൊക്കെ പോകാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഹണിക്ക് പകരം നാളികേരപ്പാൽ ചേർക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ എന്താ വെച്ചാൽ വെളിച്ചെണ്ണ നാളികേരപ്പാലോ ആകുമ്പോൾ ചില ആൾക്കാർക്ക് കുരുക്കൾ വരും. അപ്പോൾ ഈ കൂടുതൽ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് ഹണി ആയിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള അലർജി പോലത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇത് നമുക്ക് ദിവസവും ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തരുന്നതാണ്. നമ്മുടെ മുഖം നിറം വയ്ക്കുക എന്നുള്ളതാണ് കൂടുതൽ നമുക്കിതിന് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം. പെട്ടെന്ന് അങ്ങനെ കറുത്ത പാടുകൾ മാറുക അതിനൊക്കെ കുറച്ചൊരു സമയം എടുക്കും. ഇപ്പം ദിവസം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പെട്ടെന്ന് ആ കറുപ്പ് പാടൊക്കെ മാറാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിറം വെച്ചതായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും. ആ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ പാടുകൾ മാറി കിട്ടില്ല. പാടുകൾ മാറുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് കുരുക്കൾ വന്ന പാടുകളൊക്കെ മാറാനായിട്ട് പറ്റുള്ളൂ. ഒരു നല്ലൊരു പാടൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്നും മാറില്ല. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. 2 ദിവസം കൊണ്ടൊന്നും മാറില്ല. ഒരു 2-3 ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിറം വെച്ചതായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.